നമസ്തേ, മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷെണോയാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ കൺഗ്രാജുലേറ്റ് യു കേട്ടോ. ഇത്രയും ധൈര്യം കാണിച്ചതിന്, ജുഡീഷ്യറിയിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടാൻ താങ്കൾ മുന്നോട്ട് വന്നതിനെ അഭിനന്ദിക്കുകയാണ്. എന്തായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യം? ഇപ്പോൾ നിങ്ങൾ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ലുക്ക് അറ്റ് വെയർ വി ഹവ് റീച്ച്ഡ്. ഒരു അഡ്വക്കേറ്റ് അയാളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് വാട്ട് അഡ്വക്കേറ്റ്സ് ആർ ഫോർ. സൊസൈറ്റിയിൽ നടക്കുന്ന ഇൻജസ്റ്റിസ് ധൈര്യമായിട്ട് ഉറക്കെ വിളിച്ച് പറയാൻ കഴിവുള്ള ഒരാളാണ് അഡ്വക്കേറ്റ് എന്ന് ആണ് ശരിക്കും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. പക്ഷേ ഇന്ന് അതാരും ചെയ്യുന്നില്ല. അപ്പോൾ ഒരാൾ ചെയ്യുമ്പോൾ അതിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ് ഇന്ന് ഈ രാജ്യത്ത്. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് വാട്ട് ഐ എം ഡൂയിങ് ഈസ് എ പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി. It is not that I am doing something different, but the fact that nobody else is doing it is making me look like a hero. But otherwise, this is what advocates are meant to do. ജുഡീഷ്യൽ ഓഫീസേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെയിൻസ് ലൈക്ക് എന്നുള്ളതാണ്. അവരെ ആർക്കും തൊടാൻ പാടില്ല, തൊടാൻ പറ്റില്ല. മാത്രമല്ല, അവരൊക്കെ വിമർശനത്തിന് അതീതമാണ്. അങ്ങനെ ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലേ ശരി? അതുകൊണ്ട് പലപ്പോഴും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വൃത്തികേടുകളെ ചോദ്യം ചെയ്യാൻ പലരും ധൈര്യപ്പെടുന്നുമില്ല. ഒരു പക്ഷേ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കോടതിയെ ലക്ഷ്യമാകുമോ എന്നൊക്കെയുള്ള ഭയം സാധാരണക്കാർക്കുണ്ട്. അതല്ലേ അതിൻ്റെ ഒരു വസ്തുത? യെസ്, ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് കറക്റ്റാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഞാനിപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ജഡ്ജസ് ആർ ഫൈനലി ഹ്യൂമൻസ്. ജഡ്ജസ് ആർ ഫൈനലി ഹ്യൂമൻസ്. ദേ ഡോണ്ട് ഫോൾ ഫ്രം ഹെവൻ. ഞാനല്ല പറഞ്ഞത്, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞു. When he was asked the specific questions, are judges corrupt? So the answer he gave was, judges don't fall from heaven. So they are basically finally human beings. So once we accept judges as human beings, then you have to accept the next fact, that they can do the same wrong that any other person is doing. പിന്നെ വരുന്നതാണ് ഞങ്ങളുടെ ട്രെയിനിങ്ങും ഞങ്ങളുടെ ജോബിലുള്ള ഓരോ കമ്മിറ്റ്മെൻറ്റും കാരണം we will not stoop to a level where like what others do. But the fact is, it is not so. Slowly corruption is getting into the judiciary. പിന്നെ ഞാൻ ആയിട്ട് പറയുന്നതല്ല. ഇപ്പോൾ ശാന്തി ഭൂഷൺ ഫോർ എക്സാമ്പിൾ, ബിഫോർ he died, he filed an affidavit in the Supreme Court saying that X number of judges are corrupt. So ആ affidavit അങ്ങ് ബാക്ക് ബർണറിൽ പോയി, nobody discussed about it. പിന്നെ സെക്കൻഡ് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യം ഇതാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെ പേരിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അഴിമതിയുടെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു എൻക്വയറി നടക്കും. ആ എൻക്വയറി റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. അതിന് മേളിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ജഡ്ജസ്, വി ഡോണ്ട് ഹാവ് സച്ച് എ സിസ്റ്റം. ഒരു ഇൻഹൗസ് കംപ്ലയിൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഇൻഹൗസ് കംപ്ലയിൻറ്റ് ഈസ് you are giving a complaint. After that, what happens to that complaint is not known. നിങ്ങൾ ഈവൻ ഒരു പൗരൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു കംപ്ലയിന്റ് കൊടുക്കുമ്പോൾ ആ കംപ്ലയിന്റിൽ എൻക്വയറി നടത്തിയിട്ട് അതിൽ കേസില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് കോടതിയിൽ അയക്കും. അത് ക്ലോഷർ റിപ്പോർട്ടാണ്. കംപ്ലൈനന്റിന് വല്ല എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. സോ യു സ്റ്റിൽ ഗെറ്റ് എ ചാൻസ്. The only category in the country where you do not have this procedure are judges. So that is something that has to come to the fore now. എന്തെന്ന് പറഞ്ഞാൽ അല്ല, ആ ഒരു പ്രിവിലേജ് അല്ലേ ഇവർ മുതലെടുക്കുന്നത് അല്ലേ? അതാണ്. See, this is where it is. Out of the 100 judges, I would still say 80 are clean. I would still say 80 are clean. But the 20 are not thrown out. So even when the 80 know the 20 are bad, they continue in the system. They are part of the system. They become the part of the system. So the whole system is coming down not because the entire system is bad, but the system is coming down because you do not have a procedure to throw the bad apples out. എല്ലാ സിസ്റ്റത്തിലും ബ്ലാക്ക് ഷീപ്സിനെ പുറത്താക്കാനുള്ള ഒരു സംവിധാനം വേണം. അത് എന്നാണോ ഇല്ലാത്തത് അന്ന് ഫ്രം ദാറ്റ് പോയിന്റ് ഓൺവേർഡ്സ് ഇറ്റ് ഗോസ് ബാഡ്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്.
ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ ജഡ്ജിമാരായി എത്തുന്നവർ അവരൊക്കെ ക്വാളിഫൈഡ് ആണ്. ആർ ദേ കോമ്പിറ്റന്റ് ഇനഫ്? അവരുടെ കോമ്പിറ്റൻസ് എന്താണെന്ന് പറയാൻ ഒരു അർഹത എനിക്കില്ല. വി ആർ നോ വൺ ടു സേ. I am somebody who believes that I will accept anybody who is brought in as a judge. But that is it. After that, by his conduct, he has to show he is a judge material. He has to be fair, he has to be just. Integrity cannot be compromised at any level. So, he qualities ullatrathalam kalam, I will respect that person. But if somebody is not showing those qualities and is corrupt, I will be the last person to be silent. എന്താണ് പറഞ്ഞാൽ ബാർ കൗൺസിൽ റൂൾ എന്താ പറയുന്നത്? In case of serious complaints against a judge than advocate, it is the duty of an advocate to make a complaint to the competent authority. എന്നിട്ടും ബാർ കൗൺസിൽ താങ്കൾക്കെതിരെയല്ലേ നടപടി എടുത്തത്? ബാർ കൗൺസിൽ അതാണ് ഞാൻ പറയുന്നത്. എല്ലാവരുടെയും wherever politics enters, things go haywire. ഈ ബാർ കൗൺസിൽ എന്ന് പറഞ്ഞാൽ കേരള ബാർ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ILU എന്ന് പറഞ്ഞ ഒരു ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ അഫിലിയേറ്റഡ് ടു ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവര് ഇപ്പം 25 ആൾക്കാരിൽ 20 അവരാണ്. അങ്ങനത്തെ ഒരു മെജോറിറ്റി ഉള്ള സ്ഥലത്ത് ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് എ നോട്ടീസ് ഐ വിൽ ബി സർപ്രൈസ്ഡ്. അപ്പോ പക്ഷേ ഞാൻ ചെയ്തത് എന്താണ്? അവര് യശ്വന്ത് ഷെനോയ് എന്ന ഒരു വക്കീലിനെ ക്രൂസിഫൈ ചെയ്യാൻ അവർ ചെയ്ത നടപടി എന്താണ്? ഒരു ഫോർമാറ്റിനല്ലാത്ത കംപ്ലൈന്റിന്റെ മുകളിലാണ് എനിക്ക് എൻക്വയറി നോട്ടീസ് അയച്ചത്. ബട്ട് ബൈ ഡൂയിങ് ദിസ് വാട്ട് ഡിഡ് ദേ ഡു? ദേ എക്സ്പോസ് ദ എൻറ്റയർ അഡ്വക്കേറ്റ്സ് കമ്മ്യൂണിറ്റി ടു ദ സെയിം തിങ്. എന്താന്ന് പറഞ്ഞാൽ നാളെ വഴിയിൽ പോകുന്ന ഒരുത്തൻ വെറുതെ ഒരു ചിട്ട് പേപ്പറിൽ എഴുതി അങ്ങോട്ട് അയച്ചാൽ മതി. പാർട്ടിക്കാരനാണെങ്കിൽ ആ വക്കീലിന് നോട്ടീസ് പോകും. സോ വൈ ഡിഡ് ഐ ഗോ ടു ദ കോർട്ട് is to stop them from doing this. അല്ലാണ്ട് എനിക്ക് ഇവരെ നേരിടാൻ പറ്റില്ല എന്നല്ല, ഇവരെ സുഖമായിട്ട് നേരിടാം. അത്രയ്ക്കും എവിഡൻസ് ആണ് ഇവരുടെ എഗെയിൻസ്റ്റ് ഉള്ളത്. ഒരു ക്വാറി ലോബി, ഒരു ലാൻഡ് ലോബി, ഒരു നാർക്കോട്ടിക്സ് ലോബി, എവറിഥിങ് ഈസ് ഓപ്പറേറ്റിംഗ് ഔട്ട് ഓഫ് ദ അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ്. ഐ ഹാവ് ഗിവൺ എവിഡൻസ് ടു ഇറ്റ്. സോ ഓപ്പറേറ്റിംഗ് ഔട്ട് എന്ന് പറയുമ്പോൾ അതൊരു സീരിയസ് അക്യൂസേഷൻ ആണ്. പക്ഷേ യു ആർ ഹാവിംഗ് ഡോക്യുമെന്ററി എവിഡൻസ് ടു ഷോ that even when complaints were made, you did not do anything. Or why should even complaints be made? An advocate general should have noticed that there are serious criminal convicts who were being let out of the jail without a judgment. Because our judgment allowed ennu parna divasam thanne advocate general office ennu certified copy ku apply cheyidu. 1.5 വർഷമായിട്ടും ആ കോപ്പി കിട്ടാണ്ടിരിക്കുമ്പോഴും not a single voice was raised from Advocate General's office. So I wouldn't say that it is this, but serious culpability is there. Why did you remain silent when your duty was to speak up? Ee complaint against Mary Joseph ideally njan alla kodukkendathu. It should have been given by say Advocate General himself. Kerala High Kodadiyile mun judge Mary Joseph, Justice Mary Joseph, nokku ava ee മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട 4 പ്രതികളെയാണ് വിട്ടയക്കുന്നത്. അതും അവർ ജഡ്ജിമെന്റ് പുറപ്പെടുവിക്കുന്നത് അവർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഒരു കൊറി വന്നപ്പോൾ താങ്കൾ കോടതിയുടെ മുമ്പിൽ ഒരു കൊറി ഉന്നയിച്ച സമയത്താണ് അവർ പിറ്റേ ദിവസം വന്ന് ഈ ജഡ്ജിമെന്റ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ? ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കുമല്ലേ? ഇപ്പം താങ്കൾ സുപ്രീം കോടതിക്ക് പരാതി അയച്ചിട്ടുണ്ട് അല്ലേ? സുപ്രീം കോടതി നടപടി എടുക്കേണ്ടതാണ് ഇത്തരം കേസുകളിൽ. എങ്ങനെയാണ് ഒരു ജഡ്ജിന്, അതും പ്രധാനപ്പെട്ട ഇതുപോലുള്ള ഒരു കേസിൽ, മയക്കുമരുന്ന് കേസ്, നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്ന മയക്കുമരുന്ന് അത് വിറ്റ 4 പേരെ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന 4 പേരെ കീഴ്ക്കോടതി, വിചാരണ കോടതി ശിക്ഷിക്കുന്നു. പക്ഷേ അവരെ ഫ്രീ ആക്കി വിടുകയാണ്. അതാണ് നമ്മൾ സിസ്റ്റംസ് ഷുഡ് നോട്ട് ഫെയിൽ. പീപ്പിൾ ക്യാൻ ഫെയിൽ, സിസ്റ്റം ഷുഡ് നോട്ട് ഫെയിൽ. അതാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓൾസോ ഫെയിൽഡ്. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് പീപ്പിൾ ബട്ട് സിസ്റ്റംസ് ഓൾസോ വാസ് ഫെയിലിംഗ്. സോ ദാറ്റ് ഈസ് വൈ ഈ കംപ്ലൈന്റ് ഞാൻ സുപ്രീം കോർട്ടിൽ അയക്കാൻ കാരണം. എന്താന്ന് പറഞ്ഞാൽ
you can let individuals fail, but when people fail, when people fail, you can say you can take care of that people, but along with that people, it is systems which has failed here. So that should not have happened. That should not have happened. എന്തെന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, ഇവിടെ എങ്ങനെയാണ് സിസ്റ്റം ഫെയിൽ ആയിരിക്കണമെന്ന്. Nobody is questioning the system. Okay. Let us say for a minute, ആ 4 കൺവിക്ട് ചെയ്ത ആൾക്കാർ, let us say for a minute they were innocent. അവർ ഇന്നസെന്റ് എന്നാണെങ്കിൽ പോലും അവരുടെ മാറ്റർ ഫൈനലി ആർഗ്യൂ ചെയ്ത് ടൈം ടു ജഡ്ജ്മെന്റ്, ഇറ്റ് ഈസ് അഗെയിൻ 2 years. അപ്പോ അവൻ ഇന്നസെന്റ് ആണെങ്കിൽ he spent 2 years of his life in a prison. What are we speaking about? Judiciary എന്ന് പറഞ്ഞാൽ ഒരാളുടെ ലിബർട്ടി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏക ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലിബർട്ടി. ആ ലിബർട്ടി ആണ് എടുത്തത്. അപ്പം ഇഫ് അസ്യൂമിങ് ദിസ് കൺവിക്ട്സ് വെർ ഇന്നസെന്റ്, വൈ ഡിഡ് ദേ സ്പെൻഡ് 2 extra years in 2 വർഷം കൂടി ജയിലിൽ കിടക്കേണ്ടി വന്നു. എന്തിന്? അതായത് ഫൈനൽ ആർഗ്യുമെന്റ്സ് എടുത്ത് ഓർഡർ റിസർവ് എന്ന് പറഞ്ഞതിന് ശേഷം 2 വർഷം അവർ ജയിലിൽ കിടന്നു. വൈ ഡിഡ് ദേ? പിന്നെ അവരെ വിട്ടയക്കുമ്പോഴും അവരുടെ പേരിലുള്ള ജഡ്ജ്മെന്റ് ഇറക്കുന്നില്ല. വൈ ദേ ആർ ഇന്നസെന്റ് ഓർ വൈ ദേ ആർ ഗിൽറ്റി, ആ ഒരു ജഡ്ജ്മെന്റ് ഇറക്കുന്നില്ല. അവരെ ഒരു 1 line ഓർഡറിൽ ഇറക്കുന്നു, അലൗഡ്, അവർ ഫയൽ ചെയ്ത അപ്പീൽ അലൗ ചെയ്തു. അത് എന്നിട്ട് അത് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്ന് സർട്ടിഫൈഡ് കോപ്പി ചോദിക്കുന്നു. എന്താന്ന് പറഞ്ഞാൽ പ്രോസിക്യൂട്ടറിനാണ് അടുത്ത റെസ്പോൺസിബിലിറ്റി. എന്താണ്? വെദർ വി ഷുഡ് അപ്പീൽ അഗെയിൻസ്റ്റ് ദിസ് ഡിസിഷൻ ഓർ നോട്ട്. പ്രോസിക്യൂട്ടർ എഴുതി കൊടുക്കണം. എന്താന്ന് പറഞ്ഞാൽ ഹൂ ഹാവ് യു ബ്രോട്ട് ഔട്ട് ഓഫ് ദ പ്രിസൺ? People who have been convicted for 10 years and 15 years for dealing in commercial quantities of narcotics. നിങ്ങളൊരു മർഡറിനെ പുറത്തിറക്കിയാലും what can he maximum do in a society? Kill 5 people, 10 people? Now look at what this narcotics lobby can do. Commercial quantity. അപ്പം ഈ പറഞ്ഞ 20 ലിറ്റർ ഹഷീഷ് ഓയിൽ ഒക്കെ ഉണ്ടെങ്കിൽ just imagine that they can eliminate a generation from the society. ഒരു ജഡ്ജ് ഞാൻ എന്തും ചെയ്യും, അഡ്വക്കേറ്റ് ജനറൽ ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞത്, where is this world going to? You have to have somebody to raise the voice. I am happy that I am the man who raised the voice. That's it. അതിനെ കോൺസിക്വൻസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. You know what you're saying is truth. You say it out loud. Whether people accept it or reject it, the fact is the evidence is so strongly against the system. അല്ല, ഓപ്പൺ കോർട്ടിൽ ആ ജഡ്ജിക്കെതിരെ വോയിസ് റേസ് ചെയ്തുകൊണ്ടാണല്ലോ താങ്കൾക്കെതിരെ നടപടി ഉണ്ടായത്. അതാണ് ഞാൻ ഒരു കാര്യം പറയുന്നത്. നിമിത്തം this happened much before. Mary Joseph would not even have been noticed by me if not for that incident. ഞാൻ ഇവിടെയാണ് ഞാൻ ബാർ കൗൺസിൽ ഓഫ് കേരളയിലാണ് എൻ്റെ എൻറോൾമെന്റ്. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ബോംബെയിലാണ്, Bombay, Delhi. So I came here for a argument. And when I appeared, what actually happens is in Bombay and Delhi, it's a normal affair where you say, judge may or may not agree with you. That's normal. But when a judge says they don't agree with you, you will say, please record my statement. So I said, please record my statement. എന്നാൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് സുപ്രീം കോർട്ടിൽ പോകുമ്പോൾ ഞാൻ പറയാം, ഇതാണ് ഞാൻ കോടതി സബ്മിറ്റ് ചെയ്തത്, കോടതി അത് കേൾക്കാൻ റെഡി ആയിട്ടില്ല, ദാറ്റ് ഇസ് വൈ ഐ എം കമ്മിങ്. അത് റെക്കോർഡിംഗ് സ്റ്റേറ്റ്മെന്റ് നോർമൽ, ഇറ്റ്സ് യുവർ റൈറ്റ്. ഈ കോടതിയിൽ അത് പറയുമ്പം യു കാൻ ഡു ഇറ്റ്, ഇറ്റ് ഈസ് കണ്ടംപ്റ്റുവസ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോടതി. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് നോക്കുന്നത്. കേരള ഹൈക്കോർട്ടിലെ ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ, പീപ്പിൾ cannot afford to go to Supreme Court. Even poor states like Bihar, Jharkhand, അങ്ങനത്തെ സ്റ്റേറ്റിൽ പോലും people reach Supreme Court because ആരുടെയെങ്കിലും കയ്യും കാലും പിടിച്ചിട്ട് അവർ സുപ്രീം കോർട്ടിൽ എത്തിയിരിക്കും. കേരളത്തിൽ ആ ഒരു ഇതില്ല. കേരളത്തിൽ പൈസയുടെ മുകളിൽ മാത്രമൊക്കെ അല്ലേ. അപ്പം people cannot afford to reach Supreme Court. So Kerala High Court sits as if it is the Supreme Court. With a kind of guarantee
that nobody would approach a higher court. അല്ല, ഏതൊരു കേസിലല്ലേ സുപ്രീം കോടതിയുടെ ഓർഡർ പോലും സ്റ്റേറ്റ് അല്ല, ഹൈക്കോർട്ട് റദ്ദാക്കിയതല്ലേ? അത് കഴിഞ്ഞിട്ടാണ് അത് ഈ ഇൻസിഡന്റിന്റെ തൊട്ടു മുമ്പ്. അതായത് ഈ ഇൻസിഡന്റ് കോർട്ടിൽ സംഭവിക്കുന്നത് 9th of February ആണ്. 9th of February ഞാനൊരു ആർട്ടിക്കിൾ ലിങ്ക്ഡിനിൽ എഴുതുന്നു, സുപ്രീം കോർട്ടിന്റെ ഒരു ജഡ്ജ്മെന്റ് കേരള ഹൈക്കോർട്ട് സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലിങ്ക്ഡിനിൽ എഴുതുന്നു. എന്നിട്ട് ഞാൻ പറയുന്നു അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള ഷുഡ് റിസൈൻ എന്ന് ആർട്ടിക്കിൾ ഇടുന്നു. 7th of February ഞാനൊരു കത്ത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യക്ക് അയക്കുന്നു, സീക്കിംഗ് പെർമിഷൻ ടു പ്രോസിക്യൂട്ട് ദ അഡ്വക്കേറ്റ് ജനറൽ. സോ ദീസ് ടു തിങ്സ് പ്രിസീഡ്. പിന്നെയാണ് 9th ഈ ഇൻസിഡന്റ് നടക്കുന്നത്. ഈ ഇൻസിഡന്റ് നടക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു കോടതിയിൽ നോർമൽ ആയിട്ട് പ്ലീസ് റെക്കോർഡ് മൈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് ഇത്രയാവുന്നത്. ഞാൻ ആ കോടതിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. എന്താന്ന് പറഞ്ഞാൽ ഇത് നോർമലാണ്. ഷീ സേസ് ഇറ്റ് ഈസ് കണ്ടന്റ്, ഐ സേ ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഐ ആം സർപ്രൈസ്ഡ് when within a week I am receiving a disciplinary committee show cause notice from the bar council. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തേതാണ്. നോർമലി ഒരു അഡ്വക്കേറ്റിന്റെ കണ്ടംപ്റ്റ് കേസ് ആദ്യം വന്നിട്ട് പിന്നെ ആ കണ്ടംപ്റ്റ് കേസ് പ്രൂവ് ആയാൽ ബാർ കൗൺസിൽ നടപടി. ഇവിടെ കണ്ടംപ്റ്റ് കേസ് വന്നതുപോലും ഇല്ല. ബട്ട് ഐ എം ഗെറ്റിംഗ് എ നോട്ടീസ് ഫ്രം ബാർ കൗൺസിൽ ആൻഡ് ദെൻ ഐ എൻക്വയർ. It is the Advocate General who addressed the people and forced them to say, send a notice to Shenoy. അവർ വിചാരിച്ചത് ഞാൻ ഈ നോട്ടീസ് കണ്ടിട്ട് ഞാൻ ബോംബെയിലേക്ക് തിരിച്ചു കൊടുക്കും. They never thought I will stand here and fight. So, അല്ല, അതിനുശേഷമാണോ അന്വേഷണം തുടങ്ങിയത് ഇവർക്കെതിരെ? എന്തായിരുന്നു ഈ കേസിൽ, ഈ നാർക്കോട്ടിക്സ് കേസിൽ എത്താനുള്ള സാഹചര്യം? നാർക്കോട്ടിക്സ് കേസിലല്ല. അപ്പൊ ആദ്യം ഈ കണ്ടംപ്റ്റ് കേസ്, അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ മേരി ജോസഫിന്റെ ലിസ്റ്റ് 20 മാറ്റേഴ്സ്, എല്ലാ ജഡ്ജസിന്റെയും മാറ്റേഴ്സ് അബൌട്ട് 100 മാറ്റേഴ്സ് അവരുടെ മുമ്പിൽ ലിസ്റ്റ് ചെയ്യും. എക്സെപ്റ്റ് ഓൺലി one court in whole of Kerala where the judge says I will listen to only 20 matters. ജഡ്ജിന് അതിനുള്ള പവേഴ്സ് ഇല്ല. ലിസ്റ്റിംഗ് is to happen on the directions of Chief Justice. ചീഫ് ജസ്റ്റിസ് ഡിസൈഡ് ചെയ്യും എങ്ങനെയാണ് ലിസ്റ്റിംഗ് നടത്തേണ്ടതെന്ന് രജിസ്ട്രിക്ക്. മേരി ജോസഫ് വിൽ ടെൽ ദ രജിസ്ട്രി നോ, ഐ വിൽ ടേക്ക് ഓൺലി 20 മാറ്റേഴ്സ്. സോ രജിസ്ട്രി കൂടി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. രജിസ്ട്രി സപ്പോർട്ട് ചെയ്യുന്നല്ല, അതോ ചീഫ് ജസ്റ്റിസിന്റെ അറിവോട് കൂടിയാണോ? അത് ചീഫ് ജസ്റ്റിസിന്റെ അറിവോട് കൂടിയാണെന്ന് ഇതുവരെ അവർ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോ അവര് പറഞ്ഞത് ജസ്റ്റിസ് മേരി ജോസഫ് ഡയറക്ഷൻസ് കൊടുത്തു എന്നാണ്. ജസ്റ്റിസ് മേരി ജോസഫ് ഡയറക്ഷൻസ് കൊടുത്തു എന്നാണ് രജിസ്ട്രിക്ക്. സോ വെൻ ജസ്റ്റിസ് മേരി ജോസഫ് ഗിവ്സ് എ ഡയറക്ഷൻ ടു രജിസ്ട്രിയിൽ നട്ടിലുള്ള ആരെങ്കിലും അങ്ങനെ എടുത്ത് പറ്റില്ല എന്ന് പറയാൻ ഒരാളുമില്ല. അങ്ങനെയാണ് സിസ്റ്റം വർക്കുന്നത്. ഈ 20 കേസസ് ആയിട്ട് ചുരുക്കാനുള്ള കാരണം എന്താ? അതാണ് നമ്മളിപ്പം നോർമലി കാണുമ്പോൾ വിചാരിക്കും ജഡ്ജ് ലേസി ആയിരിക്കാൻ സാധ്യത. പക്ഷെ ഇല്ല. ഇപ്പം എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് എ മോഡസ്. എന്റെ മുന്നിൽ 20 കേസ് മാത്രമേ വരാവൂ എന്ന് ഒരു ഡയറക്ഷൻ ഉള്ള ഒരു കോടതിയിൽ അത് ഏത് 20 കേസ്, വിച്ച് 20? ഇപ്പം ഒരു ജഡ്ജിന്റെ മുമ്പിൽ 100 മാറ്റേഴ്സ് ലിസ്റ്റ് ചെയ്യുന്ന അത് നോർമലി ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ലിസ്റ്റ് ആവുക. പക്ഷെ മേരി ജോസഫിന്റെ മുമ്പിൽ ഓൺലി 20 മാറ്റേഴ്സ്. സോ ദർ ഈസ് എ റഷ്. എല്ലാവർക്കും അർജൻസി ഉണ്ട് എന്തെങ്കിലും ചെയ്യാൻ. സോ ഷീ ഹാഡ് എ ബ്യൂട്ടിഫുൾ വേ ഓഫ് ചൂസിങ് വിച്ച് മാറ്റേഴ്സ് കം ബിഫോർ ഹർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ക്രിമിനൽ അപ്പീല് 2021 ക്രിമിനൽ അപ്പീലാണ്. അത് മേരി ജോസഫിന്റെ മുന്നിൽ വരുമ്പം അതിനൊരു ഡേറ്റ് ഉണ്ടായിരുന്നില്ല. സോ സംബഡി sought a particular date, a date was given. After a date was given, എല്ലാ ആഴ്ചയും കേൾക്കുകയാണ് ഈ കേസ്. 2015, 2010, 25 ക്രിമിനൽ അപ്പീൽസ് അവിടെ കിടക്കുന്നുണ്ട്. 2021 ഒരു കേസ് അർജൻസിയിൽ കേൾക്കുക, ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് ഒരു കോടതിയിൽ നിന്ന് 4 അപ്പീൽ, അതായത് ഒരു കേസിൽ 4 ആൾക്കാരെ കൺവിക്ട് ചെയ്തു, കോമൺ ഓർഡർ. അതിൽ 4 പേരും അപ്പീൽ ഫയൽ ചെയ്യുന്നു. Mary Joseph is hearing only 2, and the last day on which she was supposed to reserve for orders, 3rd case വലിക്കുന്നു, 4th case പിന്നെയും വലിക്കുന്നില്ല. These are not things that happen in normal courts.
പ്രോസിക്യൂട്ടർ വിൽ സേ ദർ ആർ 4 people convicted. ഇനി പ്രോസിക്യൂട്ടർ പറഞ്ഞില്ലെങ്കിലും ജഡ്ജ് കാണുന്നുണ്ടല്ലോ 4 പേരുണ്ട്, എന്റെ മുന്നിൽ 3 അപ്പീൽസ് മാത്രമേ ഉള്ളൂ, 4ാമത്തെ അപ്പീൽ എവിടെ എന്ന് ചോദിക്കും. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും അതിൽ ചോദിച്ചില്ല. എന്നിട്ട് 4 പേരെ കൺവിക്ട് ചെയ്ത കേസിൽ 3 പേരുടെ അപ്പീൽ കേൾക്കുന്നു, 3 പേരെ ഓർഡർ റിസർവ് ചെയ്യുന്നു. ആ ഓർഡർ റിസർവ് ചെയ്ത് 2 വർഷത്തിന് ശേഷം അവര് ഒറ്റ ലൈനിൽ പറയുന്നു അലൗഡ്. ഒറ്റ ലൈനിൽ ജഡ്ജ്മെന്റ് ആഫ്റ്റർ റിട്ടയർമെന്റ്. അതിന്റെ ജഡ്ജ്മെന്റ് പിന്നെയും 1 വർഷമുണ്ട്, ഇവർ റിട്ടയർ ആവാൻ പിന്നെയും 1 വർഷമുണ്ട്. ഒന്നും നോ സൈൻസ് ഓഫ് എ ജഡ്ജ്മെന്റ്. റിട്ടയർ ആവുന്നു, റിട്ടയർ ആയിട്ട് 1 ആഴ്ച കഴിയുന്നു, എന്നിട്ടും ജഡ്ജ്മെന്റ് ഇല്ല. ഞാനൊരു ലെറ്റർ എഴുതുന്നു, ഇവർ ചേംബറിൽ വന്ന് ജഡ്ജ്മെന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അടുത്ത ദിവസം അപ്ലോഡ് ആവുന്നു. അപ്പൊ ഈ കേസിൽ അഡ്വക്കേറ്റ് ജനറൽ തന്നെയാണോ നേരിട്ട് അപ്പിയർ ചെയ്യുന്നത്, അതോ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ ആണോ പ്രോസിക്യൂട്ടർ? പ്രോസിക്യൂട്ടർ. അപ്പൊ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. ബൈ ലോ ഹി കനോട്ട് എസ്കേപ്പ്. ബൈ ലോ ഹി കനോട്ട്. ഹി ഈസ് സൂപ്പർവൈസിംഗ് ദം. So prosecutor. So either the prosecutor has to come and report to him that order so and so is not coming. So he can take step. Assuming prosecutor did not report, he should have taken action against the prosecutor because she failed to perform her duty. Yeah. So no such action. So whenever there is no such action, what do you take? They are sailing in the same boat. Innum a prosecutor is continuing. No action has been taken. Supreme Court in the order ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേ വാങ്ങിയ ഗവൺമെന്റ് ലീഡർ ഈസ് കണ്ടിന്യൂയിങ്. നോ തിങ്. മൂന്നാർ കേസിൽ സ്പെസിഫിക് കംപ്ലൈൻസ് കിട്ടിയിട്ട് അയാൾ ഹു വർക്ക്ഡ് അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേറ്റ് 3 സ്പെസിഫിക് കംപ്ലൈൻസ് ആ ഒരു ഗവൺമെന്റ് ലീഡറിന്റെ അഗെയിൻസ്റ്റ് ഉണ്ട്. നോ ആക്ഷൻ ഈസ് ടേക്കൺ. സോ വൈ? That is exactly it. Why is the question that I am asking. Now, Advocate General cannot escape that responsibility. The fact is he did not take action. Therefore, he has to be held responsible for the people who acted under him and under his instructions. Presently, ഇപ്പോൾ ഈ കേസിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത് യു ഹാവ് കംപ്ലൈന്റ് ടു സുപ്രീം കോർട്ട് അല്ലെ, ചീഫ് ജസ്റ്റിസിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താ ഇതിന്റെ പൊസിഷൻ? What is going on now? It will take its time. Our systems always take time. Our systems always take time. So we have to wait and watch patiently. എന്താന്ന് പറഞ്ഞാൽ അർജന്റായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. എന്താന്ന് പറഞ്ഞാൽ മേരി ജോസഫ് ഈസ് ഓൾറെഡി റിട്ടയർഡ്. സോ ഷീ കനോട്ട് കോസ് എനി മോർ ഹാം. അല്ല യശ്വന്ത്, ഇതിപ്പോൾ ഒരു കേസ് മാത്രമാണ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതുപോലെ പല കേസുകളിലും സമാനമായിട്ടുള്ള നടപടികൾ, അതുപോലെ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ? ഇല്ല, ഞാൻ ഈ കംപ്ലൈന്റ് നോട്ട് ഓൺലി മേരി ജോസഫ്. നോ, നൗ ലെറ്റ് us restrict ourselves to മേരി ജോസഫ് for a minute. എന്താന്ന് പറഞ്ഞാല് ഞാൻ ഈ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ പത്രത്തിൽ വന്നല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്തത് ഒരു എക്സൈസ് ഇൻസ്പെക്ടർ വിളിച്ചു, സാറേ ഇത് മാത്രമല്ല, ഇത്ര ബെയിൽ ഓർഡേഴ്സ് ഉണ്ട്, ഇൻ വയലേഷൻ ഓഫ് സുപ്രീം കോർട്ട് പ്രസിഡൻസ് ഇത്ര ബെയിൽ ഓർഡേഴ്സ് NDPS കേസസിൽ പാസ് ചെയ്തു. വേറെ വക്കീലന്മാര് 138 കേസസ് കുറെ ഉണ്ട്. 50,000 രൂപ കൊടുക്കുന്ന 138 കേസ് അതൊന്നുമല്ല. 50 ലക്ഷം രൂപയും 1 കോടി രൂപ സ്റ്റേക്കുള്ള കേസസ് സുപ്രീം കോർട്ടിന്റെ പ്രസിഡൻസിന്റെ എഗെയിൻസ്റ്റ് ഇവർ ഓർഡർ ഇറക്കി അവർ സുപ്രീം കോർട്ടിൽ പോയി തിരിച്ച് റിമാൻഡ് ചെയ്ത കേസസ് ഉണ്ട്. സോ one thing is very clear, that 20 matters restricting was not because she did not want to work. That 20 matters was restricted because she wanted to choose specific cases. Adu avoid cheyan there is nothing. Evidence is too much strongly against her. Again, it's not my document, it's court documents. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കോർട്ട് ഡോക്യുമെന്റ്സ് ആണ്, എൻ്റെ ഡോക്യുമെന്റ്സ് അല്ല. കോർട്ടിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്, ആ പ്രൊസീജിയർ വയലേറ്റ് ചെയ്തു. ഷി ഹാസ് ടു ജസ്റ്റിഫൈ. whoever wants can justify, but the fact is this is what it has happened. ഇപ്പം നാർക്കോട്ടിക്സ് മാഫിയയുടെ ആ ക്ലോസ് അസോസിയേഷനാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പം ലാൻഡ് മാഫിയ, സാൻഡ് മാഫിയ, ഇപ്പം മൂന്നാറടക്കമുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇവരെല്ലാം കൃത്യമായിട്ട്, ഈ മാഫിയകളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ലേ അല്ലേ? എങ്ങനെ നമുക്ക് സാധാരണക്കാർക്ക് അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ് അല്ലേ? അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ
ഒരു കോമൺ സിറ്റിസൺ എങ്ങോട്ട് പോകും? I am not saying that the judiciary is bad or judiciary is corrupt. I am saying that there is one element called Justice Mary Joseph who is corrupt. Here is the proof, here is the evidence, throw her out. That's what. So, how does system become proper? When the system shows its heart and the commitment to throw out such a bad apple. As long as the system is trying to protect that bad apple, the system will fail whether you like it or not. The system will fail if the system starts supporting Justice Mary Joseph. Simple as that. ജുഡീഷ്യറിയിലുള്ള കറപ്ഷൻ മാത്രമല്ല ഈ മാഫിയാസ് ഇവർക്കെതിരെയാണ് താങ്കളുടെ പോരാട്ടം. സ്വാഭാവികമായിട്ട് ഭീഷണി വരും, പ്രലോഭനങ്ങൾ വരും, എല്ലാം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണോ? Of course. I have always been a one-man army. Yes, that's the easiest way to operate. ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും one-man army ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. You should not have dependables. ഈ എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യുമ്പം എനിക്ക് ഇങ്ങേരുടെ സപ്പോർട്ടുണ്ട്, അങ്ങേരുടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ രണ്ട് സപ്പോർട്ട് വീഴുന്നത്. അതോടെ ആള് ഫിനിഷായി. നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. Once I have decided to enter, I will fight it. പിന്നെ എനിക്ക് അതിന് മെത്തഡോളജി ഉണ്ട്. ബിഫോർ ഐ ഫയർ ഐ വിൽ എൻഷുർ ദാറ്റ് ഐ ഹാവ് 2000 റൗണ്ട്സ് ഇൻ റെഡി വിത്ത് മീ. ആ റൗണ്ട്സ് ഇല്ലാണ്ട് ഞാൻ ഇറങ്ങൂല. ഒരു ബുള്ളറ്റ് ആയിട്ട് വെടിവെക്കാൻ പോകില്ല. Unless and until I have garnered enough ammunition, I will not declare a war. And once a war is declared, I will decide when will it get over. I have got enough. It's not just Mary Joseph. Nobody. Advocate General's office, I have got enough. Why I am looking at Advocate General? Don't think I don't have any material against people below him. I have enough. But I have a simple policy. I will not start a war with anybody. You start a war, I finish the war. You start a war, I finish the war. Advocate General is only a symbolic head. But he is responsible under the law. Yes. But people under him are the ones who are acting. I have clear-cut information, clear-cut documentation against each one of them. Anyone dares to come after me, I'll finish them off then and there. There's no two ways to it. You said there are others in the judiciary. Yes, I have noticed that. I have got enough materials against them. If need be, I will bring it out. But I will not be the one to start, because you cannot let an entire institution die. You cannot let people take away their belief from a system. Because people should continue to believe in judiciary. Only then will you have some kind of control in the society. I don't ask people to distrust the judiciary as a whole. I am telling there is one person who did wrong, pull that one person out. Yes, yes. And that person has to be out. The government is trying their best to appoint her for another position. That is what I want people to be careful of. Now, this is where I say, is this a fight for Yeshwanth Shenoy or for the people? It is for the people to decide. If Mary Joseph is appointed for another position, and if she is appointed, it is not the failure of Yeshwanth Shenoy. It is the failure of the people. Because Yeshwanth Shenoy will go after her. Legally. I know I have enough material against her. She will have to face the judiciary again. But not as a judge. 100% confident. There is too much evidence against her. She is going nowhere. Too much evidence against her. She is going nowhere. I will wait. I have enough patience. Let the Supreme Court act on it. She will. If she goes in for an appointment, it gives a trigger for me to go and approach the court much before I have planned. But it is. Things are there, ready. Okay, Mr. Yeshwanth Shenoy, go ahead. താങ്കളുടെ ശബ്ദം ഇനിയും ഉയരത്തിൽ മുഴങ്ങട്ടെ. അത് കോടതിക്കകത്ത് മാത്രം പോരാ, പുറത്തും വേണം എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ്. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഇത്രയും സമയം മറുപടിയിൽ പങ്കെടുത്തത് വളരെ നന്ദി.